ശ്രീ ബിജി എബ്രഹാം, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഈ ഹവാല എന്നൊക്കെ ഇ ഡി പടച്ചു വിടുന്ന നുണകളാണ്, അത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇ ഡി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 85 ലക്ഷം ഇന്ത്യൻ രൂപ ഹവാലയായി ദുബായിലേക്ക് അയച്ചതിന്റെ വിവരങ്ങൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ ഉണ്ടായിരുന്നു. മെയ് 27-ന് തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡിലാണ് ഒരു ചുവന്ന പുറം ചട്ടയുള്ള ഡയറി ഇ ഡി പിടിച്ചെടുക്കുന്നത്. അതിൽ നടന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലെല്ലാം റെയ്ഡ് നടക്കുന്ന സാഹചര്യം, സ്ഥാപനങ്ങളിലുമൊക്കെ റെയ്ഡ് നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. വീണയുടെ കൈയെഴുത്തായി ഉണ്ടായിരുന്ന ഈ ഡയറിയിൽ 20,05,00,000 രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നും ഇ ഡി വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. അപ്പോൾ വരുമാനത്തിന് അനുസൃതമായല്ല, ഏതെങ്കിലും സോഴ്സിൽ നിന്ന്, ഒരു ഫിക്സഡായ ഒരു സോഴ്സിൽ നിന്ന് വീണയ്ക്ക് വരുമാനമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമാനത്തിൽ നിന്നും കൂടുതൽ അനധികൃതമായി ഇത്തരത്തിൽ കോടികൾ എങ്ങനെ എത്തി എന്നുള്ളതിൽ വളരെ കൃത്യമായ അന്വേഷണം ആരംഭിക്കുന്നു എന്ന് ഇ ഡി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ അത് ഒരു കെട്ടിച്ചമച്ച കാര്യമല്ല എന്നാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി പുറത്തുവിട്ട രേഖകൾ പറയുന്നത്. നീലിമ മേഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് BJP പ്രതിനിധി ശ്രീ ഗോകുൽ പറഞ്ഞതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. തെരഞ്ഞെടുപ്പുകളിൽ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും അല്ലെങ്കിൽ LDFന്റെ ഭാഗമായിരിക്കുന്ന കക്ഷികളും പണം ചെലവഴിച്ചത് ഒരേ രൂപത്തിലല്ല എന്ന് അങ്ങയോട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേന്ദ്രം നേതൃത്വം നൽകിയ BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടുകളുടെ വിതരണത്തിലും വിനിയോഗത്തിലും സംസ്ഥാന BJPയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതികൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ, ഹെലികോപ്റ്റർ വാടക, കൊടികൾ എന്നിവയുടെ പേരിൽ വ്യാജ കണക്കുകൾ ഉണ്ടാക്കി കോടികൾ തട്ടിയെടുത്തുവെന്ന് ആഭ്യന്തര അന്വേഷണ കണ്ടെത്തലിനെ തുടർന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ മേഖലാ സെക്രട്ടറി വരെയുള്ള ആളുകൾക്കെതിരെ നടപടി ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങയോട് പറയാനുള്ളത്, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളും അവര് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പണം കൈകാര്യം ചെയ്യുന്നതെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ജോർജ് സാറ് ഒരു ആക്ഷേപം പറയുകയുണ്ടായി. ED എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക, വളരെ സുതാര്യമായ, വളരെ അച്ചടക്കമുള്ള, രാജ്യത്തിന്റെ ഭരണഘടനയോട് പൂർണ്ണമായി വിധേയത്വം പുലർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണ ഏജൻസി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ നിരീക്ഷകൻ എന്ന നിലയിൽ ജോർജ് സാറ് ആക്ഷേപം ഉന്നയിച്ചത്. സാറേ, അഴിമതി ആരോപണങ്ങൾ ഇന്ത്യയില് രാഷ്ട്രീയ ഉപകരണങ്ങളാണ് സാർ. ഇന്ത്യയിലെ നിരവധി കോൺഗ്രസിന്റെ നേതാക്കന്മാര് BJPയിലേക്ക് പോകാൻ താങ്കൾ ഇത് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കണക്കുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് മാത്രം എടുത്തു നോക്കിയാൽ 94.82% കൺവിക്ഷൻ റേറ്റാണ് ഉണ്ടായിരിക്കുന്നത്. കോടതിയിലെത്തിയ ഈ 58 കേസുകളിൽ വിധി വന്നിട്ടുണ്ട്. അതിൽ 55 കേസും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ 94.82% കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്ന് ഈ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് നിലവിലുള്ളപ്പോഴാണ് ഈ ഏജൻസികളൊക്കെ രാഷ്ട്രീയ വേട്ടയ്ക്കായി മാത്രം ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണെന്ന ആരോപണം താങ്കൾ ഉയർത്തുന്നത്. മേഡം, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കൺവിക്ഷൻ റേറ്റ് 56 അല്ല കേട്ടോ, 60ആണ്. കോടതിയിലേക്ക് വിചാരണ കഴിഞ്ഞ 60ഓളം കേസുകളിൽ 56 എണ്ണത്തിലാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചിരിക്കുന്നത്. ഇത് പാർലമെന്റില് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അങ്ങ് പാർലമെന്റിൽ കൊടുത്ത നമ്പർ തന്നെയാണ് ഞാനും പറഞ്ഞത്. 94.82% കൺവിക്ഷൻ റേറ്റ്. അത് കൂടുതലാണെങ്കിലേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 2025 അവസാനം വരെയുള്ള ഒരു കണക്കാണ് പറഞ്ഞത്.
നിങ്ങള് നീലിമ മാഡം ഉൾപ്പെടെ BJP-യുടെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിരീക്ഷകരും രജിന സുന്നിത്താൻ ഉൾപ്പെടെ നിങ്ങൾ 4 പേർക്ക് എനിക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അങ്ങ് ഇതേപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ മറുപടി തരാൻ വലിയ പ്രയാസമാണ്. പാർലമെന്റിൽ നൽകിയിരിക്കുന്ന വിചാരണ കേസിന് വിധി നൽകിയിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് ഈ പറയുന്ന 94% എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ED ചാർജ് ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8000-ൽ പരം കേസുകളാണ്. ആ 8000-ൽ പരം കേസുകളിൽ ഇപ്പൊ ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്ന കേസുകൾ കൂടെ പരിശോധിച്ചാൽ 0.5% മാത്രമേ ഉള്ളൂ എന്ന് അങ്ങ് ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അല്ല, ആ കണക്ക് ശരിയല്ല ശ്രീ ബിജി എബ്രഹാം. 58 കേസുകളിൽ വിധി വന്നു, 55 കേസും ശിക്ഷിക്കപ്പെട്ടു. 60 കേസ്. അല്ല, ഞാൻ പറഞ്ഞത് ഏതാണ്ട് 2025-ന്റെ അവസാനം വരെയുള്ള ഒരു കണക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൂടുതലാകാമെന്ന്. ഇനി താങ്കൾ പറയൂ. ക്ഷമിക്കണം മാഡം, അങ്ങ് പറഞ്ഞത് കണക്ക് തന്നെ തെറ്റാണ്. അങ്ങയും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്ത്യയില് BJP-ക്ക് ഏറ്റവും അധികം നേതാക്കളെ സംഭാവന നൽകിയിരിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ജോർജ് സാറിനോട് തന്നെയാണ് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണെങ്കിൽ MP-മാരാണെങ്കിലും MLA-മാരാണെങ്കിലും. അപ്പൊ ഈ വിധത്തില് ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയിൽ SFIO ആണെങ്കിലും റവന്യൂ ഇന്റലിജൻസ് ആണെങ്കിലും CBI ആണെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ക്രമത്തെ തന്നെ, ഒരു മതേതര മൂല്യത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് BJP-ക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ പരിസരം ഒരുക്കുന്നതിന് വേണ്ടി ED ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. പിന്നെ നീലിമ മാഡം എന്നോട് ചോദിച്ച ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫോൺ വഴി മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുക, അത് മനോരമ പോലെയുള്ള ഒരു മുഖ്യധാര പത്രത്തിന് ബ്രേക്ക് ചെയ്ത് നൽകുക. മനോരമയ്ക്ക് മാത്രം ആരാണ് ഈ വാർത്ത നൽകുന്നത്? എനിക്ക് മുൻപ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ വ്യവസായ രംഗത്തുള്ള സംരംഭകർക്കെതിരെ, രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഒക്കെ നിരവധി കേസുകളുണ്ട്. ഈ പറഞ്ഞ 8000-ൽ പരം കേസുകൾ ഇന്ത്യയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ എത്ര കേസുകളാണ് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുക, അല്ലെങ്കിൽ പത്രക്കുറിപ്പുകൾ നൽകുന്ന പതിവ് ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അപൂർവമായിരിക്കുന്ന ഒരു ഫിനോമിനാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന മുഹമ്മദ് റിയാസിനെതിരെയുള്ള വാർത്ത ED-യുടെ ആളുകൾ തന്നെ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ വാർത്താക്കുറിപ്പ് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ തന്നെ ഒരു 10-15 പ്രസ് റിലീസ് നമുക്ക് കാണാൻ കഴിയും. താങ്കൾ ED-യുടെ സൈറ്റിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. ED-യുടെ സമൂഹ മാധ്യമങ്ങളിൽ കയറിയ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും. ED ഈ രാജ്യത്തെടുക്കുന്ന ഓരോ നടപടിയുടെയും വളരെ കൃത്യമായ കാര്യങ്ങൾ അവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. താങ്കൾ അതൊന്ന് പരിശോധിച്ചാൽ മതി. കേൾക്കൂ. നിങ്ങൾ അതേപോലെ ഉന്നയിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ഹവാല ഇടപാടെന്ന് പറഞ്ഞുകൊണ്ട് 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തി എന്ന് പറയും. ഇതൊരു ഫെമ വയലേഷൻ മാത്രമാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മെയിൻ്റനൻസ് ആക്ടുമായി ബന്ധപ്പെട്ട ഒരു വയലേഷൻ. ആ വയലേഷൻ ഉണ്ടെങ്കിൽ തന്നെ, അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു നിയമമാണ്. അപ്പൊ തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതല്ല, കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളതല്ല ED ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും. പിന്നെ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുക എന്ന വാർത്ത ഈ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം, അത് മാത്രമല്ല ഈ ഫോൺ വഴി ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അത് വളരെ വിചിത്രമായ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പ്രൊസീജിയറാണ്. അപ്പം ഈ വിധത്തിൽ അതേപോലെ തന്നെ രജനി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു ഞാൻ ഇന്ന് വരെ ഒരു കോൺഗ്രസിന്റെ നേതാവും ഈ വിധത്തില് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും രജനി സുന്നിത്താൻ OC-യും KK-യും IK-യും RC-യും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് അംഗീകരിച്ചതിനകത്ത് വളരെ നന്ദിയുണ്ട്. അവര് ഡയറിക്കകത്ത് അവരുടെ പേരുകൾ ഉണ്ടല്ലോ. അപ്പം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ആദ്യമായിട്ടാണ് അത്തരത്തില് പണം വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സംഭാവനയാണ് എന്നുള്ള തരത്തിൽ പ്രതികരിക്കുന്നത്. ഇനി പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സംഭാവനയാണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നികുതി ഇളവുണ്ട്. പാർട്ടികൾക്ക് നൽകുന്ന സംഭാവന എന്ന നിലയിൽ അത് നികുതി ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കണം. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്ക് ഇടപാടുകളാണ് 2000 രൂപയിൽ അധികം നടത്താൻ പാടില്ല എന്നുള്ളതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 179 കോടി രൂപയിൽ എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിയത്? അത് ഡിജിറ്റൽ രൂപത്തിലാണ് വാങ്ങിയത്. 20,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് വാങ്ങാൻ പാടില്ലെന്നാണ് രാജ്യത്തെ നിയമവ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 179 കോടി രൂപയിൽ RC-യും OC-യും KK-യും IK-യും ഏത് രൂപത്തിലാണ് പണം വാങ്ങിയിരിക്കുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടിന് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഈ സംഭാവന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ അതിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ? ഇത്തരം ഒട്ടനവധി ചോദ്യങ്ങളും കൂടെ പ്രിയപ്പെട്ട ശ്രീ ബിജി എബ്രഹാം, രജിൻ അതിലൊന്നും മറുപടി പറയണം. സാർ, ഈ പറയുന്ന തുക ഞങ്ങൾ വാങ്ങിയതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കണമെങ്കിൽ ഈ പറയുന്ന CMRL നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ സംഭാവനകൾ സ്വീകരിക്കാൻ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ താങ്കൾ പറയുന്ന ഈ വലിയ കണക്കുകളുണ്ടല്ലോ, ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തലയിലേക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. പിന്നെ താങ്കൾ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ED-യുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്നുണ്ട്. ED-യുടെ സംയുക്തമായിട്ടുള്ള അന്വേഷണമാണെന്നോ അതിനെ ന്യായീകരിക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങൾ പറയൂ, എന്താണ് CMRL-ന് എക്സാലോജിക്ക് കൊടുത്ത സേവനം? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ പറയുന്ന എല്ലാ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന സമ്മേളനങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാം. ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് നിങ്ങളെ വേട്ടയാടുകയാണ് ED എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം നിൽക്കാം. പക്ഷെ നിങ്ങൾ പറയൂ, CMRL-ന് എന്ത് സേവനമാണ് എക്സാലോജി കൊടുത്തത്? ആ സേവനങ്ങൾ എന്താണ് കൊടുത്തതെന്ന് താങ്കളോട് ചോദിക്കുന്നില്ല. താങ്കളല്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ അതുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വീണ വിജയനോ ഈ പറയുന്ന പിണറായി വിജയനോ ഈ പറയുന്ന പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന ആളുകൾക്കോ ഒന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറയാനില്ല. ഞങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ED-യുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. 56 മണിക്കൂറോളം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട്, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട്, DK ശിവകുമാറുമായി ബന്ധപ്പെട്ട്, ചിദംബരവുമായി ബന്ധപ്പെട്ട്, കാർത്തിക് ചിദംബരവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ ഈ പറയുന്ന രീതിയിലേക്ക് വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ നേരിട്ടത്. അതിനെ ഒന്ന് പേടിച്ച് അതുപോലെ രാഷ്ട്രീയ വിശദീകരണം നോക്കിയോ അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ED-യെ ഓടിക്കുകയോ ഒന്നും അല്ല ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല? ഇങ്ങനെ ഈ വിഷയത്തിൽ ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ 2.5 വർഷമായി കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.